പ്രിയ സുഹൃത്തുക്കളെ, അരമനയുടെ തിണ്ണ നിരങ്ങാൻ പോകരുത്. ഈ ക്രിസ്ത്യാനികൾക്ക് എത്ര ഉരുട്ടി കൊടുത്താലും അവർക്ക് ഒരിക്കലും നന്ദി ഉണ്ടാകുകയില്ല, അവർ നമ്മെ പിന്തുണയ്ക്കുമില്ല എന്ന് ഒരു സിനിമ നടി പറഞ്ഞതാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് പ്രേരകമായിട്ട് വന്നത്. പശ്ചാത്തലമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഉദയപൂർ രൂപതയുടെ മെത്രാനിസൻ നെടുങ്കുന്നംകാരൻ പടാലിപ്പിതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് വിചാരിക്കുക. അതായത് രാജസ്ഥാനിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ലാറ്റിൻ ഹെറാർക്കിയിൽ ഉള്ള ഒരു രൂപതയാണ് ഉദയപൂർ രൂപത എന്ന് പറയുന്ന രൂപത. ഈ അടുത്ത കാലത്ത് അവിടെ ആക്രമണങ്ങൾ നടന്നു ആരാധന സമയത്ത്. അവിടെ പിതാവ് മരിച്ചു പോയിട്ട് അധികം കാലമായില്ല. അതിന് മെത്രാനായി മരണം വരെ വിശ്രമമില്ലാതെ ശുശ്രൂഷ ചെയ്ത ദേഹമാണ് ഈ നമ്മുടെ അടുത്ത് നെടുങ്ങുന്ന ഇടവയിൽ ജനിച്ചു വളർന്ന അഭിമന്യ പതാലിൽ പിതാവ്. അധികം പേര് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ, മിഷനില്ല. പ്രതിബദ്ധതയുള്ള മെത്രാനായതുകൊണ്ട് അദ്ദേഹം യാത്രയധികം ചെയ്തിരുന്നതിന് അവിടെ തന്നെയായി. അസാധാരണമായ ലാളിത്യത്തോടുകൂടി പാവങ്ങളിടയിൽ ജീവിച്ച് മരിച്ച പിതാവാണ് അദ്ദേഹം. നാട്ടിൽ വരുമ്പോഴും അതേ ലാളിത്യം തന്നെ അദ്ദേഹം പാലിച്ചിരുന്നു എന്നത് ഓർക്കുക. അതായത് വർഷങ്ങൾ മുമ്പ്, 45 വർഷങ്ങൾ മുമ്പ് അദ്ദേഹം രൂപതയ്ക്ക് വേണ്ടി വൈദിക വിദ്യാർത്ഥികളെ കിട്ടാൻ വൊക്കേഷൻ ബ്യൂറോയിൽ വരുന്ന പതിവുണ്ടായിരുന്നു. അക്കാലത്ത് ദിവ്യവിളിയുടെ പ്രൊമോഷൻ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഇപ്പോൾ UDP, മിഷൻ ലീഗ്, KCSL തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ കൂടെ വൊക്കേഷൻ ബ്യൂറോയും കൂടി ഏൽപ്പിച്ചിരുന്നു. പടിയുടെ പിതാവ്. അപ്പോൾ പിതാവ് എന്നോട് പറയുമ്പോൾ ഇങ്ങനെ ഒരു മെത്രാനിച്ചൻ വരും, അദ്ദേഹം വളരെ നല്ല ആളാണ്, അതിന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തേക്കണമെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പിതാവിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം. സാധാരണ ഇത് കയറി വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒക്കേഷൻ ബ്യൂറോ ഓഫ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഫാൻസും ഒരു ചെറിയ ഷർട്ട്, വലിയ ജൂബയൊന്നുമല്ല, ഒക്കെ ഇട്ടൊരു സഞ്ചിയും തൂക്കിയിട്ടുണ്ട് ഒരാൾ കയറി വരും. സാധാരണ ആരാന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ കയറി തൊട്ടടുത്ത് വരുമ്പോൾ ഇത് പിതാവാണല്ലോ എന്ന് മനസ്സിലാകും. അപ്പം ഞാൻ ഒരിക്കൽ അദ്ദേഹം പറയും, പിതാവേ, നാട്ടിൽ വരുമ്പോഴെങ്കിലും ആ മെത്രാന് വേഷം ധരിച്ച് വരുന്നത് നല്ലതാണ്, ഞങ്ങൾക്കൊക്കെ എങ്കിലും, പിതാവിന് താല്പര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നറിയോ, ഈ വേഷത്തിൽ എന്തിരിക്കുന്നു എൻ്റെ കുഞ്ഞെ, നന്മ ചെയ്താൽ പോരെ, ഞങ്ങൾ മിഷനിൽ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം എൻ്റെ മനസ്സിൽ നിന്ന് ഒരു മാഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചിട്ട് അധികമായില്ല കേട്ടോ. അക്കാലത്ത് പടിയത് പിതാവിന് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ പിതാവ് എപ്പോഴും പറയുമായിരുന്നു, ഇങ്ങനെ അദ്ദേഹം വന്നിട്ട് പോയോ, എന്നിട്ട് വൊക്കേഷൻ അദ്ദേഹത്തിന് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ പതാലി പിതാവിൻ്റെ ആ ആലിയ സ്നേഹം പലപ്പോഴും ഇങ്ങനെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ബസ്സിലാണ് വരുന്നത്, ബസ്സിൽ യാത്ര ചെയ്താണ് വരുന്നത്. ചിലപ്പോൾ ഇരിക്കാൻ ഇടകിട്ടാതെ ബസ്സിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ പറയും, ഞാൻ കൊണ്ട് വിട്ടോളാം, തിരിച്ച് കണ്ണുണ്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജീപ്പിൽ കയറ്റി അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ട് വിട്ട് ഓർക്കുക. അപ്പോൾ അത്രയും സ്നേഹമസനായ പിതാവ് പലപ്പോഴും പറയുമായിരുന്നു, അങ്ങോട്ട് വരണം കേട്ടോ, ഉദയപൂരിന് വരണം. അദ്ദേഹത്തിന് താല്പര്യം പരിഗണിച്ച് ഒരിക്കൽ പോയി. അപ്പോൾ അത് പോയ ഓക്കാണ്. പിതാവ് വാസ്തവത്തിൽ ചെന്നപ്പോൾ പിന്നീട് ആൾക്ക് മനസ്സിലായി, മിഷൻ പ്രവർത്തനം എന്തൊരു കട്ടിയായ പണി അവർ ചെയ്യുന്നു. ഊണും ഉറക്കവും ഇല്ലാതെ, വിശ്രമവും ഇല്ലാതെ അവർ ജോലി ചെയ്യുന്നവിടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ നേരിട്ട് മതപരിവർത്തനം ചെയ്യാൻ നടക്കില്ല അവർ. ഇങ്ങനെ ഈ ചെറ്റ കുടുംബങ്ങൾ, താഴ്ന്ന കുടുംബങ്ങളിലൊക്കെ കഴിയുന്ന വളരെ താഴ്ന്ന ആൾക്കാരെയൊക്കെ, അവരെയൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ച് അവരെയൊക്കെ ശുദ്ധീകരിച്ച് കഴുകി വെടിപ്പാക്കി പഠിത്തവും വിദ്യാഭ്യാസം കൊടുക്കാൻ പ്രേരിപ്പിച്ച് ഇങ്ങനെ വീട് കയറി ഇറങ്ങി ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ല. ഇന്നല്ലേ ഇപ്പോൾ ഇവിടെ ആരും വരരുതെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കര വേല് കിട്ടാൻ ആൾക്കാരൊക്കെ ഉണ്ടായി. 4000 5000 പേര് കുട്ടികളുള്ള സ്കൂളുകൾ അവർ നടത്തുന്നത്. ഞാൻ ചോദിച്ചു, എത്ര സ്കൂളുണ്ട്? അന്ന് എന്നോട് പറഞ്ഞ് 25-30 സ്കൂളുകളോളം ഉണ്ട്. 5000-ലധികം കുട്ടികളുള്ളത്. അതിനകത്ത് മുഴുവൻ അപ്പർ ക്ലാസ് സ്റ്റുഡൻസാണ് കൂടുതൽ. പിതാവ് പറഞ്ഞത് മുഴുവൻ മുക്കാലൊക്കെ അപ്പർ ക്ലാസ്സാണ്. മറ്റവരെ ഞങ്ങൾ ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും പള്ളിക്കൂടത്തോട്ട് പഠിപ്പിക്കാനുള്ള പ്രേരണ അതിന് പേരൻസ് ഇവരെ ഉണ്ടായിട്ടില്ല. എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഈ രാജ്യം എങ്ങനെ രക്ഷപ്പെടും? അതാ പറഞ്ഞതാണ്, ഈ രാജ്യം എങ്ങനെ രക്ഷപ്പെടുന്നത്? ഇതിങ്ങനെ ഈ ആൾക്കൂട്ടം മുഴുവൻ ഒരുമാതിരി അടിമകളായിട്ട് കഴിഞ്ഞു പോയാൽ എങ്ങനെ നോക്കുന്നത്? അപ്പോൾ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വളരെ തോന്നാത്ത തലത്തിൽ ഇപ്പം ഈ വില്ലേജുകൾ കേന്ദ്രീകരിച്ച സന്ദർശന പരിപാടികൾ നടത്തി. അപ്പം അതത്ര ഉയർന്ന ജാതിക്കാർക്കത് ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല. കാരണം ഇവർ ചെന്ന്
വീട് കമേഴ്സ് ചെയ്ത് ഈ പാവപ്പെട്ട കുട്ടികളെ പിടിച്ചുകൊണ്ട് വരും. പക്ഷേ അവിടെ അടുത്ത് ഇരിക്കുന്നവർക്കും താല്പര്യമുള്ളതല്ല, അപ്പർ ക്ലാസ് സ്റ്റുഡൻസിനെയും അത്ര താല്പര്യമില്ല. പക്ഷേ മിഷൻ പ്രവർത്തനം ഇവിടെ എന്താ ചെയ്യുന്നത്? എല്ലാ ജാതിയിലും ഒന്നിച്ച് അണിനിരത്തി ഒരേ ക്ലാസ്സിൽ ഇരുത്തി ധാരാ ചാവറേസിനാണ്. അതുകൊണ്ട് വരെ ഇവിടെ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് പറയാൻ കാരണം അതുതന്നെയാണ്. ഇപ്പം പറയാൻ കാരണം ഇതാണ്, അതായത് ഇവരെ തന്നെ ഉരുട്ടി ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ തന്നെന്നാ പറയും. പക്ഷേ ഈ ക്രിസ്ത്യാനി 2.5% മാത്രം ഉള്ളത്. അങ്ങോട്ട് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്താണ്? 2.5%ഒന്നുമില്ല, 30%-ലധികം വരുന്ന കോൺട്രിബ്യൂഷനാണ് നൽകപ്പെട്ടിരിക്കും. ഈ രാജ്യത്തിൻ്റെ വെളിച്ചം നൽകിയത് ക്രിസ്ത്യാനിയാണ്, വിദ്യാഭ്യാസ വെളിച്ചം മാത്രമൊന്നുമല്ല. അവിടെ ഈ പാവങ്ങൾക്കുള്ള ഈ രോഗത്തിനുള്ള മുക്തി നൽകാനുള്ള ആതുര ശുശ്രൂഷ താന്തം തൊട്ട് മുകളിലേക്ക് ഇപ്പോൾ അവസാനം മെഡിക്കൽ കോളേജ് വരെ എത്തി നിൽക്കുന്നത് ഇതേ ഈ പാവപ്പെട്ട മിഷണറിമാരുടെ പ്രവർത്തന ഫലമാണെന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക നല്ലതാണ്. അപ്പോൾ അതിനെതിരെ വെറുപ്പിൻ്റെ ചിന്തകൾ ഇങ്ങനെ വളർത്തി വിട്ടിട്ട് ഇപ്പോൾ ഇന്നൊരു പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് വെളിച്ചത്തിലാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകം ഒരു പാർട്ടിയോടും പ്രത്യേക കൂറൊന്നുമില്ല. ഭരണഘടനയ്ക്ക് അനുസൃതമായി മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രത്യേകിച്ച് മൈനോറിറ്റി റൈറ്റൊക്കെ കാത്തുവയ്ക്കുകയും ചെയ്യുന്ന ആരായാലും അവരുടെ താല്പര്യം ഉണ്ടാകും, സ്വാഭാവികമാണ്. അവരുടെ അടുപ്പം ഉണ്ടാകും, അവരുടെ ബഹുമാനം ഉണ്ടാകും. കാരണം അവർ കൃത്യമായിട്ട് ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് പോകുന്നവരാണ്. അല്ല, രാജ്യത്തിന് നിയമം പുറമേ പറയുകയും അകമേ ഒരുമാതിരി വളരെ ചതിയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നിടത്ത് അപ്പോൾ അത് എന്തൊരു കഷ്ടമായ കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ജനം ഒരു ഇപ്പോഴത്തെ 8-10 വർഷമായിട്ട് ഒരു പ്രത്യേക ഭരണകൂടത്തെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തിയിട്ട് ഇച്ചിരി വെളിച്ചം കിട്ടാൻ വേണ്ടി മറ്റൊരു ഭരണകൂടം വരാൻ വേണ്ടി വോട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലേ എന്നും പറഞ്ഞ് പരിദേവനമായിട്ട് വരും. ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് അങ്ങനെ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് അവർ ഭരിക്കാൻ പോകുന്നു. അപ്പോൾ തന്നെ അവർക്ക് വോട്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പരിദേവനം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യൻ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്. അവരോട് പ്രത്യേക പിണക്കവും കാര്യങ്ങളൊന്നും ഉള്ളതല്ലേ. നിങ്ങൾ ഭരിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഭരിക്കുകയില്ല. കാരണം ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ ഭരണത്തിലേക്ക് വരാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതുപോലെ അരമനയുടെ തിണ്ണ നനങ്ങാൻ പോകുന്ന വാക്കുപയോഗിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ഈ പറയുന്ന ആൾക്കാർ വാസ്തവത്തിൽ ഈ കേക്കുമൊക്കെ ആയിട്ട് അരമനയിലൂടെ നടന്ന അവസരം അതേ സമയത്ത് തന്നെയാണ് 100 കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ അതുപോലെ തന്നെ ആ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും അടക്കം നടന്നുകൊണ്ടിരിക്കും. ഇതിനെന്താ മറുപടി? ഇവിടെ ഈ പറയുന്ന പുണ്യം പറയുന്ന ആൾക്കാരുടെ അതേ പാർട്ടികൾ തന്നെയല്ലേ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. അവരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അവിടെ പോയി അവരുടെ വലിയ കാര്യമായിട്ട് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്ന 1000 മൈൽ യാത്ര ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പോൾ അതുകൊണ്ട് അത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ഇതായി ചെയ്തെന്ന് പറയുന്നത് സഭയ്ക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. അവിടെ മതപരിവർത്തന നിരോധന നിയമം വെച്ചുകൊണ്ട് മനുഷ്യക്കടത്ത് നടന്നു പറഞ്ഞുകൊണ്ട് നിരപരാധികളെ അറസ്റ്റ് ചെയ്ത കേസിൽ അന്നൊക്കെ വിടുവിക്കാൻ പോയെന്ന് പറയുന്നു. ചെയ്ത കാര്യത്തെക്കുറിച്ചോ ചെയ്ത് തെറ്റാണെന്ന കാര്യത്തെക്കുറിച്ച് പറയുകയും അവിടെ ഏതാണ്ട് ക്രൈസ്തവർക്ക് ഉപകാരം ചെയ്യുന്നുള്ള മറ്റില്ല സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ നന്ദി കാണിച്ചില്ല. ഈ നന്ദി കാണിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? ഇവരെ അവതാരത്തിൻ്റെ കീഴിലാണോ ക്രിസ്ത്യാനി ഇവിടെ കിടക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന കാര്യം മറന്നു പോകരുത്. ഈ ജനാധിപത്യ രാജ്യത്ത് ലോകത്തിലുള്ള ഏറ്റവും നല്ല ഭരണഘടന നമുക്ക് കൂടിയുണ്ട്. തല ഉയർത്തി നടക്കാം ആർക്കും ഇവിടെ. ഏത് ദളിതനും നടക്കാം, ഏതൊരു ആദിവാസിക്കും നടക്കാം. ആരുടെയും പ്രത്യേകം ഔദാര്യം ആവശ്യമില്ല. അക്കാര്യമൊന്നും മറന്നുപോയത്. ഭരണഘടനയുള്ള ഈ നട്ടെല്ലെന്നോട് നടക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണിത്. ഇപ്പോൾ അതിനെ തകർക്കാൻ ആ ശ്രമമെങ്കിൽ അത് വിലപ്പോവില്ല. അതുകൊണ്ട് ഇവിടെയുള്ളവരെല്ലാം കൂടിക്കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് മാറ്റി ഭരണഘടന പൊളിച്ചെഴുതുന്നൊക്കെ പറയുന്നത് അത് അത്ര എളുപ്പത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റൊരു വേറൊരു നേതാവ് സഭയിൽ നിന്ന് ആണെന്ന് പറയുന്ന അവകാശമുള്ള നേതാവ് തന്നെ പറയുന്നത്, അയ്യോ ഇവിടെ എന്താവുകൊണ്ട് ക്രിസ്ത്യാനി 2% ഉള്ളൂ. ഈ 2% എന്ന ക്രിസ്ത്യാനിയും മറ്റുള്ളവരുടെ ഔദാര്യത്തിൻ്റെ കീഴിൽ ഈ മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ രാജ്യം മുഴുവൻ കഴിഞ്ഞവരാണെന്നാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന അതിതീവ്ര ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അധികം പേരൊന്നും ഇല്ല എൻ്റെ സുഹൃത്തെ. ഇനി അല്ലാതെ ഹിന്ദുക്കൾ തന്നെയാണ് അവരുടെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഠിനമായ തീവ്ര ഹിന്ദുത്വം കൊണ്ട് വന്നാൽ ഈ രാജ്യം പല കഷ്ണങ്ങളായിട്ട് പോകുന്നുള്ളത് ഒറ്റയ്ക്ക് നിർത്താനായിട്ട് പറ്റില്ല. അതെല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അബ്ദേക്കർ എന്ന് പറയുമായിരുന്നു. അബ്ദേക്കർ വളരെ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ, ഞങ്ങളെ ഹിന്ദുക്കളായി നിങ്ങൾ കരുതേണ്ട. അതുകൊണ്ട് 5 ലക്ഷം പേരുമായിട്ട് അദ്ദേഹം എവിടെ പോയി? ബുദ്ധമതത്തിൽ പോയി. അതുകൊണ്ട് ഇതൊക്കെ ഒറിജിനലി അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ഗാന്ധിയുടെ പ്രത്യേകമായ സൗമനസ്യം ഉണ്ടാക്കുക ആളുകളുടെ ഹരിജെന്ന പേരിൽ എല്ലാം കൂടെ ഉക്കൊത്തി ഒരു കൊട്ടയ്ക്കകത്ത് ആക്കിയെന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇവർ ഈ പറയുന്ന 12% പെടുന്നവരല്ല. ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന വിഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, അത് ഈ 12% ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ജനം ബോധ്യപ്പെട്ട് വരുമ്പോൾ ഇതൊക്കെ അങ്ങ് തകർന്നു പോകും. ഒരു സംശയമില്ല, ഒറ്റക്കെട്ടാൻ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കേട്ടാരും പേടിപ്പിക്കുകയോ വേണ്ട. ഇനി ആ കൂട്ടത്തിൽ പോകുന്ന അവരുടെ കൂടെ കൂടി വല്ല സ്ഥാനമാനവും കിട്ടാൻ താല്പര്യമെങ്കിൽ ഇവക്കാർക്കും എതിരൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിച്ചതിന് ഫലം എന്നാ? പറഞ്ഞിട്ട് ഫലം എന്നാ? തോറ്റുപോയി. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കത്തില്ലേ? അവൻ്റെ സമൂഹത്തിൻ്റെ കുത്തിയിട്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുവോ? ഇനി രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ, ചെയ്തുകൊണ്ടിരിക്കട്ടെ. എന്തായാലും ശരി, ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിനുണ്ട്. അത് വളർത്തിയെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രൈസ്തവർ ജീവിക്കുന്ന അവരുടെ ഔദാര്യത്തിൻ്റെ പേരിലല്ല, ആരും ഉരുട്ടിക്കൊടുത്ത് തന്ന് കിട്ടിയിട്ട് കഴിച്ചിട്ട് ജീവിക്കുന്നവരല്ല. ഇവിടെ ക്രൈസ്തവർ എല്ലാ കാലത്തും ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ പോലും അന്ന് കാർഡിനൽ ഗ്രേഷ്യസാണ്, വാസ്തവത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെ അടുത്തയാളാണ്. ബോംബെ കാർഡിനലായിരുന്ന കാർഡിനൽ ഗ്രേഷ്യസ് അദ്ദേഹത്തിന് ചോദിച്ചതാണ്, നിങ്ങൾക്ക് റിസർവേഷൻ വേണമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വേണ്ട എന്ന് പറയും. കാരണം ഞങ്ങളെ ആൾക്കാർ കഠിനമായിട്ട് അധ്വാനം ജീവിച്ചുകൊള്ളും, ഞങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നമുക്ക് അവകാശം കിട്ടിയാൽ മതി, അത് നമുക്കതേ ആവശ്യമുള്ളൂ, ഞങ്ങളുടെ പൈതൃകം കൈമാറാനുള്ള പല സ്കൂളിലൂടെ പൈതൃകം കൈമാറാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണം എന്നിട്ടില്ലേ അതിനെതിരായിട്ടല്ലേ ഇപ്പം വടക്കേണ്ടില്ലേ പ്രശ്നമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ക്രൈസ്തവരില്ല, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ആളുടെ അവിടെ ആരാധനമൂർത്തിയായിട്ട് അവിടെ വെക്കണം, ഇവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സംഘടനകളുടെ ഔദ്യോഗിക വസ്ത്രം പോലും ധരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വിലപ്പോവില്ല. കാരണം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ലോകം മുഴുവൻ ഡിജിറ്റൽ വേൾഡായിരുന്നു, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെയും ഭയപ്പെട്ടല്ല ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാണ്. താങ്ക് യു വെരി മച്ച്.